നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ണ് ദക്ഷിണേന്ത്യയിലെ തമിഴകം തന്നെയായിരിക്കും. ഇപ്പോഴിതാ തമിഴകത്ത് DMKയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPM. തമിഴ്നാട്ടിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് DMK നേതാക്കളും CPM നേതാക്കളും തമ്മിൽ നടത്തിയ ആദ്യഘട്ട ചർച്ചയിൽ ഈ ചർച്ച 15 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിൽ പോലും അവർ 3 സീറ്റുകൾ അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ മാത്രമേ തമിഴ്നാട്ടിൽ CPM മത്സരിച്ചിരുന്നുള്ളൂ എന്ന് നമുക്കറിയാം. ഇത്തവണ പക്ഷേ തങ്ങൾക്ക് 2 സീറ്റ് പോരാ, മറിച്ച് 5 സീറ്റുകളെങ്കിലും വേണമെന്നാണ് CPM നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കഴിഞ്ഞ തവണ അവർ കോയമ്പത്തൂരിലും മധുരയിലുമായിരുന്നു മത്സരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ കോയമ്പത്തൂരിനും മധുരയ്ക്കും പുറമെ നാഗപട്ടണം, തെങ്കാശി, കന്യാകുമാരി എന്നീ സീറ്റുകൾ കൂടി നൽകണമെന്നാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാഗപട്ടണവും തിരുപ്പൂരും കഴിഞ്ഞ തവണ CPI മത്സരിച്ച മണ്ഡലങ്ങളാണ്. എന്തായാലും കോയമ്പത്തൂർ സീറ്റ് അത് കമൽ ഹസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന് നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് CPMന്റെ ഭാഗത്തു നിന്നും ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തായാലും പ്രാരംഭഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നിരിക്കുന്നതെന്നും DMK അധ്യക്ഷനായ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ സ്പെയിനിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മാത്രമേ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമാകൂ എന്നും തമിഴകത്ത് നിന്നുള്ള നേതാക്കൾ തന്നെ അറിയിക്കുന്നുമുണ്ട്. CPM എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തങ്ങൾ 2 സീറ്റിനല്ല മറിച്ച് 5 സീറ്റുകൾക്ക് അർഹരാണ് എന്ന CPMന്റെ ഒരു അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും സീറ്റ് വിഭജനം സംബന്ധിച്ച് INDA എന്ന മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഇതുവരെയും ഒരു ഏകസ്വരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അത് ഈ സഖ്യത്തിന് സമ്മാനിക്കുന്ന പ്രതിസന്ധി ചെറുതുമല്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.